എൻ്റെ പൊന്നോ, നിന്നെ കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ സാധനമേ, അമൃത കളിയാക്കി പറഞ്ഞു. അമ്മയും അച്ഛനും എന്നെ ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നീയൊന്നും അറിഞ്ഞു കാണില്ലല്ലോ. എന്താ? അത് പിന്നെ നിന്റെ അച്ഛൻ്റെ കമ്പനി എന്താ? എന്തു പറ്റി? അവൾ ഭയത്തിൽ ചോദിച്ചു. അച്ഛൻ്റെ കമ്പനി മറ്റേതോ വമ്പൻ ടീം വിലയ്ക്ക് വാങ്ങിയെന്നാ കേട്ടത്. ഒരേ സമയം സങ്കടവും ദേഷ്യവും അവളിലുണർന്നു. പാവ എൻ്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു അത്. എല്ലാം ഞാനൊരാൾ കാരണമല്ലേ നഷ്ടമായത്. ഗൗരി, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നീ അറിയണമെന്ന് തോന്നി. എനിക്ക് വിഷമമൊന്നുമില്ല. എന്തായാലും ആ കമ്പനി നല്ലതുപോലെ ഉയരങ്ങളിലെത്തുന്ന ആളുടെ കയ്യിലായാൽ മതി എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നിന്റെ അമ്മായിയും അമ്മാവനും ആതിരയുമെല്ലാം 3 മാസത്തിനുള്ളിൽ ആ വീട് വിട്ടിറങ്ങണം. എന്നാൽ ഇപ്പോൾ ആ വീട് വാങ്ങിയ മനുഷ്യൻ്റെ ഉത്തരവ് പോലും. വീടും അവർ വാങ്ങിയോ? ഗൗരി തിരക്കി. വീട് മാത്രമല്ല, എല്ലാം അവർ വിലയ്ക്ക് വാങ്ങി. ആ പണം കൊണ്ട് അവർക്ക് ജീവിക്കാമല്ലോ. ഇല്ല ഗൗരി, അവർക്ക് ഒരുപാട് കടങ്ങളുണ്ടത്രേ. അത് വീട്ടാൻ തന്നെ തികയില്ല എന്ന് നിന്റെ അമ്മാവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഗൗരി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അവളുടെ മൂടൊന്ന് മാറ്റാനെന്നോണം അമൃത അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ തോളിലൂടെ കെട്ടിപ്പിടിച്ചു. നീ വിഷമിക്കേണ്ട, നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം വിധിയുണ്ടെങ്കിൽ നിന്നിൽ തന്നെ എത്തിച്ചേരും. എനിക്ക് വിഷമം ഇല്ലാതില്ല. ഒന്നോർക്കുമ്പോൾ സന്തോഷം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അവരവിടെ നിന്നും ഇറങ്ങുമല്ലോ എന്നോർത്ത്. അല്ല, നിന്റെ സിദ്ധാർത്ഥിനി എന്ന നാട്ടിലേക്ക്? അറിയില്ല, വലിയ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ. ഇന്ന് അവൾ നേരത്തെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. ഇന്നല്ലേ അമ്മയുടെ ഫേവററ്റ് കരാട്ടെ ഹൽവ ഉണ്ടാക്കി തരാൻ പറഞ്ഞത്? ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാനായി അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധനങ്ങൾ വാങ്ങാനായി അവൾക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൾ അവിടെ ക്യാരറ്റ് ഹൽവയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങി ഇറങ്ങാൻ നേരമാണ് സിദ്ധാർത്ഥിന് സർപ്രൈസായി എന്തെങ്കിലും വാങ്ങണമെന്ന് അവൾക്ക് തോന്നിയത്. അതിനായി അവൾ ജെൻസിൻ്റെ ഡ്രസ് ഷോപ്പിലേക്ക് നടന്നു. ഷോപ്പിംഗ് മാളിൽ വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് സുഖമായി സമാധാനത്തിൽ ഓരോന്ന് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഗൗരി അവനെ മനസ്സിൽ മുഴുവനായി ഒന്ന് ആലോചിച്ചു. ശേഷം ഒരു ബ്ലാക്ക് ഷർട്ട് അവന് വേണ്ടി അവൾ സെലക്ട് ചെയ്തു. ഇത് മതി, ഇത് സിദ്ധാർത്ഥന് നന്നായി ചേരും, അവളൊരു നാണത്തോടെ ചിന്തിച്ചു. ആ വസ്ത്രവുമായി സിദ്ധാർത്ഥിനെ മനസ്സിൽ ആലോചിച്ച് ഒരു ചെറു ചിരിയോടെ അവൾ മുന്നോട്ടേക്ക് നടന്നു. പെട്ടെന്നാണ് അവൾ ഒരാളുമായി കൂട്ടിയിടിച്ചത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഷർട്ടും എല്ലാം നിലത്തേക്ക് വീണു. ആ വ്യക്തിയുടെ കയ്യിലുള്ളതും കൂടെ വീണിരുന്നു. ധൃതിയിൽ അവൾ നിലത്ത് വേണ്ടതെല്ലാം ഒരുക്കി അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സോറി എന്ന് പറയാൻ തല ഉയർത്തിയതും അയാളെ കണ്ടവൾ ഞെട്ടിത്തരിച്ചുപോയി. കിരണായിരുന്നു അത്. ഗൗരി, നീ ഇവിടെ? കിരൺ തിരക്കി. അവന് കൊടുക്കാൻ കയ്യിലിരുന്ന സാധനങ്ങൾ അവിടെ നിലത്തേക്കിട്ടുകൊണ്ട് അവൾ അവളുടെ സാധനങ്ങളെടുത്ത് ബില്ല് ചെയ്യാനായി നടന്നു. അവൾക്ക് പിന്നാലെ കിരണമുണ്ടായിരുന്നു. ഗൗരി നിൽക്ക്, അവൻ അവളുടെ പിന്നാലെ നടന്നു വിളിച്ചു. ഒരു ഭാഗത്തേക്കെത്തിയതും അവളുടെ കൈമുട്ടിൽ പിടിച്ച് കിരൺ അവളെ തടഞ്ഞു നിർത്തി. എങ്ങോട്ടാ ഈ പാഞ്ഞു പോകുന്നത്? നീ വാ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അതിന് താനാരാ? അവൾ അവനോട് ചോദിച്ചു. ഗൗരി, അവൻ അമ്പരപ്പോടെ വിളിച്ചു. എൻ്റെ കയ്യിൽ നിന്നും വിട്. താൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അപ്പോഴേക്കും അവിടെ ആളുകൾ വട്ടം കൂടിയിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? കൂടിയവർ അവളോട് ചോദിച്ചു. അതിനുള്ള മറുപടി നൽകിയത് കിരണായിരുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ കുട്ടി ഒച്ച വെക്കുന്നത്? ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ. അത് പറഞ്ഞു തീർന്നത് ഗൗരി കിരണിൻ്റെ കാരണമടിച്ചൊരു അടി കൊടുത്തു. അനാവശ്യം പറയരുത്, ഇയാളെ എനിക്ക് അറിയുക പോലുമില്ല. അവൾ അടിച്ചടിയേക്കാൾ അവന് വേദനിച്ചത് അവളുടെ വാക്കുകളാണ്. അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർക്ക് പുറകെ ഇങ്ങനെ പൂവാലന്മാരുണ്ടാവും. എന്നാലും ഇതിച്ചിരി കൂടുതലാ, ഭാര്യയാണ് പോലും. ആ ബഹളത്തിനിടയിൽ നിന്നും കിരണിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഗൗരി പുറത്തിറങ്ങി. പുറത്ത് അവളെയും കാത്ത് അമൻ നിൽപ്പുന്നുണ്ടായിരുന്നു. അമനെ കണ്ടതും അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ചിരിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് നടന്നു. എന്താ മാഡം, അവൻ്റെ കാരണം അവിടെ തന്നെ ഇല്ലേ, അതോ തെറിച്ചു പോയോ? അവൾ നെളിച്ച ശേഷം ചോദിച്ചു.
അമൻ എന്നെ കൂട്ടാൻ വന്നതാണ്. അതേലോ, എന്നാ പോയാലോ? ആ, വേഗം പോവാം. ഗൗരി കാറിലേക്ക് കയറി. അധിക ദൂരം എത്തും മുന്നേ ഗൗരി അമനോട് ചോദിച്ചു, അമൻ, സിദ്ധാർത്ഥ് എന്നാ തിരിച്ചു വരിക? അറിയില്ല. സിദ്ധാർത്ഥ് 1 മാസം എന്ന് പറഞ്ഞു പോയാൽ അത് 3-4 മാസം ആവാറുണ്ട്. അത് പറ്റില്ല. ഗൗരി എന്തേലും പറഞ്ഞോ? അമൻ, നിനക്കറിയാലോ, എഗ്രിമെൻ്റ് തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അതിനുള്ളിൽ സിദ്ധാർത്ഥ് വരണം. എന്തിന്? അത് കഴിഞ്ഞ് ഗൗരിക്ക് സുഖമായി അനിയൻ്റെ കൂടെ ജീവിക്കാലോ. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങനെ പറയല്ലേ അമൻ. അപ്പോൾ പ്രണയമായി തുടങ്ങിയല്ലേ? അവളൊന്ന് മൂളി. നീ വിഷമിക്കണ്ട, അവൻ പെട്ടെന്ന് തന്നെ വരും. പോയ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും കക്ഷി നാട്ടിലെത്താം. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വല്ലാതെ സന്തോഷിക്കണ്ട, സിദ്ധാർത്ഥിൻ്റെ കാര്യമാണ്. ഇനി അവിടെ വേറെ വല്ലതും ഏറ്റിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അവളുടെ മുഖം ചുങ്ങിപ്പോയി. ഈ എഗ്രിമെൻ്റ് തീരും മുന്നേ സിദ്ധാർത്ഥ് ഒന്ന് വന്നാൽ മതി എനിക്ക്. അല്പം കഴിഞ്ഞത് കാറിൻ്റെ മുന്നിൽ മറ്റൊരു കാർ വന്ന് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് അമന് ശ്രദ്ധിക്കാനായില്ല. അമൻ ബ്രേക്ക് പിടിച്ചതും ഗൗരിയുടെ നെറ്റി ഫ്രണ്ടിൽ ചെന്നിടിച്ചു. ആറമ്മയുടെ വായിൽ അരിയിടാനാടാ നീ പോകുന്നത്? അമൻ ദേഷ്യത്തിൽ അലറി. അപ്പോഴാണ് അവൻ ഗൗരിയെ ശ്രദ്ധിക്കുന്നത്. അവളുടെ നെറ്റി ചെറുതായി ഒന്ന് മുറിഞ്ഞിരിക്കുന്നു. അമൻ്റെ ഉള്ളിൽ ഭയമായി. സിദ്ധാർത്ഥ് ഇതറിഞ്ഞാൽ ഗൗരി ഓക്കെ ആണോ? ആ, കുഴപ്പമില്ല അമൻ. അത് പറഞ്ഞ് അവൾ നെറ്റിയിൽ തൊട്ടതും അവളുടെ കയ്യിൽ രക്തം പറ്റി. അമൻ, മെഡിസിൻ ബോക്സ് ഉണ്ടോ? ആ, ഉണ്ട്. അമൻ അതും പറഞ്ഞ് മെഡിക്കൽ ബോക്സ് എടുത്ത് അതിൻ്റെ ബാൻഡേജ് ചെയ്തു. ഓക്കെ അല്ലേ ഗൗരി? ആ അമൻ, നീ എന്തിനാ ഇത്ര പേടിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്നും ഗൗരിക്ക് ഇങ്ങനെ ഒരു പോറലുണ്ടായി എന്ന് അവൻ അറിഞ്ഞാൽ തീരും എൻ്റെ കഥ. അവളൊരു ചിരിയോട് പറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ വിൻഡോയിൽ ആരോ വന്ന് തട്ടിയത്. ആളെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അമൻ, വണ്ടി എടുക്ക്, നമുക്ക് പോകാം. എന്താ ഗൗരി? വണ്ടി എടുക്കാമൻ, പോവാം. അവൾ പറയുന്നത് പോലെ അവൻ വണ്ടി എടുത്ത് വിട്ടു. എന്താ ഗൗരി, ആരാ പയ്യൻ? അത് അശോകാണ്. ഇനി ഇതേതാ പുതിയ അവതാരം? പുതിയതല്ല, കുറച്ച് പഴക്കമുള്ളത് തന്നെയാ. എൻ്റെ ഒരു ബ്രദർ പോലെ ആയിരുന്നു. ഇപ്പോൾ അവൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് പോലും. ആ ബെസ്റ്റ് സിദ്ധു അറിഞ്ഞോ ഇത്? ആ, എൻ്റെ അമ്മോ. എന്നിട്ട് എന്നെ കുറേ ഉപദേശിച്ചു. അവൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഉപദേശത്തിൽ ഒതുക്കി. ഇല്ലേൽ അവൻ്റെ വല്ല എല്ലോ നഖമോ വേറെ എവിടുന്നേലും കിട്ടിയേനെ. എന്നാൽ ആ കാർ അവരെ തന്നെ പിന്തുടരുന്നത് അമ്മൻ അല്പം കഴിഞ്ഞാണ് ശ്രദ്ധിച്ചത്. ഗൗരി, നീ പേടിക്കില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. എന്താ അമ്മൻ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ത്? പേടിക്കല്ലേ. അവൾ പുറകിലേക്ക് തിരിഞ്ഞതും ആ കാറിൽ ഉള്ളത് അശോകാണെന്ന് മനസ്സിലായി. അമൻ, അശോകാണത്. പേടിക്കണ്ട, അവന് പിന്നിൽ നമ്മുടെ വണ്ടിയുണ്ട്. ഗൗരിയുടെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് അവൾ പോകുന്ന എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ രോമത്തിൽ തൊടാൻ പോലും ഒരുത്തനുമാവില്ല. പ്രശ്നം വഷളാവുമ്പോൾ മാത്രമേ അവരവൾക്ക് മുന്നിൽ എത്തത്തുള്ളൂ. അധികം വൈകാതെ അവരമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലെത്തി. അവളെ കാത്ത് ആശ ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറച്ചായിരുന്നു. അവളെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത്. ആ സമാധാനം അവൾ കാറിൽ നിന്നും ഇറങ്ങുന്നത് വരെ മാത്രമായിരുന്നു. മകളുടെ നെറ്റിയിലെ ആ ബാൻഡേജ് കണ്ടതും ആശംസകൾ അവളുടെ അടുത്ത് കണ്ടതും ആശ അവളുടെ അടുത്തേക്ക് ഓടിയെടുത്തു. മോളെ, എന്താ എൻ്റെ കുട്ടിക്ക്? എടാ മോനെ, അമ്മനെ, എന്ത് പറ്റി എൻ്റെ മോക്ക്? അമ്മ, ഒന്നുമില്ല, ഒരു ചെറിയ മുറിവാ. അയ്യോ, ചെറിയ മുറിവോ? ഇതോ? അല്ലല്ല. അയ്യോ അമ്മ, എനിക്കൊന്നുമില്ല. ആശയുടെ ബഹളം കേട്ടാണ് വർമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമ്മണി നീ കരയുന്നത്? വർമ്മയെ കണ്ടതും ആ സാധു സ്ത്രീ വർമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. നമ്മുടെ മോൾക്ക് എന്തോ പറ്റി. വർമ്മ ഗൗരിയെ നോക്കി. എന്താ മോളെ, എന്താ ഇത് നെറ്റിയിൽ? അമൻ കാര്യങ്ങൾ വർമ്മയെ അറിയിച്ചു. ആ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ അടുത്ത് പോകണോ? ഇല്ലച്ചാ, ഒരു കുഴപ്പവുമില്ല. കേട്ടോ അമ്മണി, മോൾക്കൊരു കുഴപ്പമില്ല. കുഴപ്പം നിനക്കാ. ആ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ അടുത്ത് പോകണം. ഇല്ലച്ചാ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞ് അങ്ങനെ പറയും, ആ സാധു സ്ത്രീ വിഷമത്തോട് പറഞ്ഞു. സീതേ. വർമ്മ അകത്തേക്ക് നോക്കി സെർവൻറ്റിനെ വിളിച്ചു. എന്താ വർമ്മ സാറേ? ഇവളെ കൊണ്ടുപോയി മോളുടെ റൂമിലിരുത്ത്. ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ഇതിപ്പോൾ മോളെ താങ്ങേണ്ട സെർവൻറ്റ് മോളുടെ അമ്മയെ താങ്ങിക്കൊണ്ടാണ് പോകുന്നത്. വർമ്മ കളിയാക്കി പറഞ്ഞു. സാരല്ലേ അച്ഛാ, അമ്മ അങ്ങനെയല്ലേ. സ്നേഹം മാത്രമേ ആ മനസ്സിലുള്ളൂ. സത്യ മോളെ.
അവളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. എൻ്റെയും. വർമ്മ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. ദാ നിന്റെ മോള്, എന്താന്ന് വെച്ചാൽ പരിഹരിക്ക്, ചെയ്തേക്ക്. എന്താ അച്ഛാ, എന്ത് പരിഹരിക്കുന്ന കാര്യമാ? ഓ, നീ പോയപ്പോൾ മുതൽ തുടങ്ങിയതാ ഇവള്. എന്താ കാര്യം? എന്തിനാ എന്നെ നോക്കുന്നത്? നിനക്കല്ലേ മോളോടത് പറയാഞ്ഞിട്ട് ബുദ്ധിമുട്ട്. നീ തന്നെ അങ്ങ് പറഞ്ഞേക്ക് മോളെ. അത് പിന്നെ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. എന്താ അമ്മേ? എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ ഈ കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ. എൻ്റെ മോൾ പോയതിന് ശേഷം മക്കളെ ഞാൻ എടുത്തിട്ടില്ല, കൊഞ്ചിച്ചിട്ടില്ല. എനിക്കിപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുക്കാനും താലോലിക്കാനും എല്ലാം ഒരു പൂതി. അത്രയും പറഞ്ഞുകൊണ്ട് ആശ വർമ്മയെ നോക്കി. അമ്മ, അത് മുടക്കൊന്നും പറയരുത് അമ്മ. ഞാൻ പഠിക്കുമല്ലേ, ഇപ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് ആഗ്രഹം എത്രയുണ്ടെന്ന് മോളോട് പറഞ്ഞറിയിക്കാനാവില്ല. ഗൗരിയുടെ മുഖം സങ്കടം കൊണ്ട് താഴ്ന്നു. മോളെ, എന്താ എൻ്റെ കുട്ടിയൊന്നും മിണ്ടാത്തെ? അമ്മ, അത് പറ മോളെ. നോക്കാം. അമ്മയുടെ ഇഷ്ടം ഇനി കണ്ടില്ലെന്ന് വേണ്ട. അത് മനസ്സില്ലാ മനസ്സോടെയാണ് ഗൗരി പറഞ്ഞതെങ്കിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ സ്ത്രീയുടെ മുഖം സന്തോഷത്താൽ വെട്ടിത്തിളങ്ങുന്നത് അവൾ കണ്ടു. എന്നാൽ അമ്മിണി, മോള് കിടന്നോട്ടെ, ക്ലാസ്സിൽ പോയി വന്നതല്ലേ. പതിവ് പോലെ അവളുടെ മുഖത്തെ ചിരിയോ പ്രസന്നതയോ ഒന്നും അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അമ്മ പറഞ്ഞത് എൻ്റെ മോൾക്ക് വിഷമമായെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അമ്മയുടെ ആഗ്രഹം മോളോടും സിദ്ധുവിനോടും അല്ലാതെ പിന്നെ ആരോടാ പറയാ? ഇല്ലമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്ന് രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ സിദ്ധാർത്ഥിൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നില്ല. തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ചിലപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ പുറത്തു പോയിട്ടുണ്ടാവുമെന്ന് അവൾ വിചാരിച്ചു. രാത്രി ഏകദേശം 2 മണിയായി. നിദ്രാദേവി അവളെ ഇതുവരെ ഒന്ന് തഴുകുക പോലും ചെയ്തില്ല. ഉറക്കം വരാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾ സമയം കളഞ്ഞു. പെട്ടെന്നാണ് റൂമിന് ഡോറിൽ 2 തട്ട് കേട്ടത്. അമ്മയായിരിക്കും, പാവം, ഉറക്കം വരുന്നുണ്ടാവില്ല. അവൾ വാതിൽക്കലേക്ക് ചെന്നു. വാതിൽ തുറന്നതും അവരുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് ഞെട്ടിത്തരിച്ചുപോയി. സിദ്ധാർത്ഥ്! അവളിൽ നിന്നും ഒരു മധുര ചിരിയോടെ അവൻ്റെ പേരുരുവിട്ടു. സർപ്രൈസ്! അത് പറഞ്ഞു തീരും മുന്നേ അവൾ അവനെ ഇറുകി കെട്ടിപ്പുണർന്നിരുന്നു. നിങ്ങൾ എന്താ ഒരു വാക്കുപോലും പറയാതെ വന്നത്? ഇത് നല്ല കാര്യം. സർപ്രൈസ് എന്ന് സർപ്രൈസായി തന്നെ ഇരിക്കണ്ടേ മോളെ? ശരിയാ, ചിലപ്പോൾ നിങ്ങൾ വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം കടന്നു പോകാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. സംസാരത്തിനിടയ്ക്ക് അവൾ സിദ്ധാർത്ഥിന് റൂമിലേക്ക് വഴിമാറിക്കൊടുത്തു. അവൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അവളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭാര്യയെ? ഹസ്ബൻഡിൻ്റെ അമ്മ വീട്ടിൽ സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം. അപ്പോൾ ഞാനില്ലാത്തതിൻ്റെ കുറവൊന്നും നിനക്കുണ്ടായിട്ടുണ്ടാവില്ല എന്ന് അല്ലേ? സത്യം, നിങ്ങളില്ലാത്ത ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത്ര അടിപൊളിയായിരുന്നു ഞാനും അച്ഛനും അമ്മയും. ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവും ഉണ്ടായില്ല. അവൻ വീണ്ടും ഊന്നി ചോദിച്ചു. മനസ്സിലൊരായിരം തവണ നിങ്ങളില്ലാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ എന്ന് തന്നെ ഉറച്ചു പറഞ്ഞു. എങ്കിൽ ശരി, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചു പോകും. അപ്പോഴും ഇതുപോലെ തന്നെ ഹാപ്പിയായിരിക്കില്ലേ? നിങ്ങൾ ഇനിയും പോകുവാണോ? അതെ, നിനക്ക് ഞാനില്ലാത്ത കുറവില്ലാലോ, പിന്നെ എനിക്ക് പൊയ്ക്കൂടെ? അവൻ അരികിലേക്ക് വന്നു. ബെഡിനരികിൽ നിലത്തിരുന്നു കൊണ്ട് അവൻ്റെ കാൽമുട്ടിൽ തല വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളില്ലാതെ എനിക്ക് എന്ത് കിട്ടിയാലും ഒരു പൂർണ്ണത വരില്ല. നിങ്ങൾ അടുത്തില്ല എങ്കിലും നിങ്ങൾ എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്രയും ദിവസം ഞാൻ പിടിച്ചു നിന്നത്. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? അവൻ ചിരിയോടെ തിരക്കി. അപ്പോഴേക്കും അവളിൽ നിന്ന് ഏങ്ങലുകൾ ഉയർന്നിരുന്നു. എന്താ, എന്തിനാ കരയുന്നത്? അവളെ അവൻ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കാലിലേക്കിരുത്തി. മുഖം 2 കൈകളും കൊണ്ട് മൂടിപ്പിടിച്ചു കരയുന്ന അവളെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരയില്ലേ, ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. എൻ്റെ വലിയ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നീയുമൊത്ത് സുഖമായി ജീവിക്കണം. അത് കേട്ടതും അവൾ സിദ്ധാർത്ഥിൻ്റെ കഴുതി ചുറ്റിപ്പിടിച്ച് അവൻ്റെ ഷോൾഡറിൽ മുഖമമർത്തി കിടന്നു. ഐ മിസ് യു. അവളുടെ മനസ്സിൽ തട്ടിയുള്ള ആ വാക്ക് കേട്ടപ്പോൾ അവനും വല്ലാതെ സങ്കടം തോന്നി. എന്നാൽ നമുക്ക് പോയാലോ? എങ്ങോട്ട്? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരുക്കി. നമ്മുടെ വീട്ടിലേക്ക്. ഈ നേരത്തോ? ഈ നേരത്ത് തന്നെ. എനിക്കെൻ്റെ റൂമിൽ കിടന്നൊന്ന് ഉറങ്ങണം. ഒരുപാട് ദിവസത്തെ ഉറക്കമുണ്ട്. അപ്പോഴാണ് അവൾ സിദ്ധാർത്ഥിനെ നല്ലതുപോലെ ശ്രദ്ധിച്ചത്. അവനാകെ ക്ഷീണിച്ചിട്ടുണ്ട്.
കണ്ണിനടിയിൽ നേരിയ തോതിൽ കറുപ്പ് പടർന്നിട്ടുമുണ്ട്. എത്രയൊക്കെ തിരക്കാണെങ്കിലും ശരീരം അവൻ നല്ലതുപോലെ നോക്കിയിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഏത് ജോലി ആവശ്യത്തിനാണ് അവൻ പോയതെന്ന് അറിയാതെ അവൾ അവനെ തട്ടി സങ്കടത്തോടെ ഇട്ടുനോക്കി. എന്നാൽ പോകാം. അല്ല, അമ്മയും അച്ഛനും താഴെയുണ്ട്. അവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാവ അമ്മ ഇപ്പോൾ തന്നെ വിഷമത്തിലാവും, അവളുടെ മനസ്സ് പറഞ്ഞു. താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അമ്മ അച്ഛനെ ചേർത്ത് നിന്ന് കരയുവാണ്. അച്ഛൻ സമാധാനിപ്പിക്കേ, മോളെ അവനോട് പറയുന്നു പോവണ്ട എന്ന്. എൻ്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല. അമ്മയെ വിഷമിപ്പിച്ചു പോകാൻ അവൾക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു. അവൾ സിദ്ധാർത്ഥിനെ ദയനീയമായി നോക്കി. പോകാമെന്നർത്ഥത്തിൽ അവൻ തലയാട്ടി. പുലർച്ചെ 3 മണിയോടെ അവർ വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. ആശയുടെ വിഷമം കണ്ട് അവളും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്തു പറ്റി ഗൗരി, മുഖം വാടിയിരിക്കുന്നു? അമ്മയ്ക്ക് വല്ലാതെ വിഷമായി എന്ന് തോന്നുന്നു. വിഷമിച്ച അമ്മയുടെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അതെന്താ? എൻ്റെ റൂം, എൻ്റെ വീട്, അതാണ് എനിക്കിഷ്ടം. ഇവിടെ ഉള്ളപ്പോൾ ഇഷ്ടം. എന്നാൽ ഞാൻ നാളെ രാവിലെ വരുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ നട്ടരാത്രി വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ വന്നാൽ മതിയായിരുന്നല്ലോ. നിരാശയും പേറി അവൾ അങ്ങനെ വീട്ടിലെത്തി. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ നമ്മളുടെ സ്വർഗത്തിലെത്തി. സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചു വന്നു. അവളിൽ ഒരു ചിരി വിരിഞ്ഞു. ചുണ്ടും കവളും ചുവന്നു തൊടുത്തു. എന്നാ പോയി കിടന്നോ? സിദ്ധാർത്ഥ് അവളുടെ നെറ്റിയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉയർത്തി ചോദിച്ചു. ആ, പോയി ഉറങ്ങിക്കോ. ഞാനും കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. അവളൊന്നും മിണ്ടാതെ അവളുടെ റൂമിലേക്ക് പോയി. സിദ്ധാർത്ഥ് അവൻ്റെയും. ഇങ്ങനെ 2 റൂമിൽ കിടക്കാനാണെ പിന്നെ ഈ നട്ടരാത്രി ആ അമ്മയെ വിഷമിപ്പിച്ച് കൊണ്ടുവരണമായിരുന്നു. ദുഷ്ടൻ, അവൾ മനസ്സിൽ ചിന്തിച്ച് റൂം ലോക്ക് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ റൂമിൻ്റെ വാതിലിൽ സിദ്ധാർത്ഥൻ വന്ന് മുട്ടാൻ തുടങ്ങി. ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സമയം 10 കഴിഞ്ഞത് കണ്ട്. എൻ്റെ ഈശ്വര, എൻ്റെ ക്ലാസ്, ഞാൻ എന്താ ഇത്ര ബോധമില്ലാത്ത ഉറക്കമാണോ ഉറങ്ങിയത്? അവൾ തലയിൽ കൈയടിച്ചുകൊണ്ട് അവളെ തന്നെ കുറ്റപ്പെടുത്തി. അല്ലെങ്കിലും തന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? വേഗം കുളിച്ചേക്കാം. ഈ കോലത്തിന് സിദ്ധാർത്ഥൻ്റെ മുന്നിൽ പെടേണ്ട. അവൾ വേഗം ഡ്രസ്സും വാരിയെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. ഗൗരി, ഗൗരി! അവളുടെ ഒരനക്കവും കേൾക്കാതെ ആയപ്പോൾ സിദ്ധാർത്ഥ് വിളിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥ്, ഞാൻ വാഷ്റൂമിൽ ഒരു 5 മിനിറ്റ് ദാ വരുന്നു. അവൾ എങ്ങനെയൊക്കെ ഒരു കാക്കക്കുളി പാസ്സാക്കി റൂമിന് വെളിയിൽ വന്നു. അവളെയും കാത്ത് അവൻ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താടോ, എഴുന്നേക്കാൻ വൈകിയോ? സോറി സിദ്ധാർത്ഥ്, ഇന്നലെ അത്രയും വൈകി ഉറങ്ങിയത് കൊണ്ട് അലാറം അടിച്ചതുപോലും അറിഞ്ഞില്ല. സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാം. സോറി സിദ്ധാർത്ഥ്, നിങ്ങൾ വന്നിട്ട് ഞാൻ നേരം വൈകി എഴുന്നേറ്റ് നിങ്ങളെ പട്ടിണി കിട്ടല്ലേ? വാവ്, ഫ്രഷ്! അവൻ അവളെ കളിയാക്കി. താൻ വാടോ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് മുന്നോട്ട് നടന്നു. സിദ്ധാർത്ഥ്, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. എങ്ങോട്ടാ? ഇപ്പം വരാന്നേ. അവൾ വീട്ടിലിടുന്ന ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അതിൽ പുറത്തേക്ക് പോകുമ്പോൾ സിദ്ധാർത്ഥിനൊരു ബുദ്ധിമുട്ട് വേണ്ട. എൻജോയ് കരുതി അവൾ മറ്റൊരു ഡ്രസ്സ് എടുത്തിട്ടു. സ്ലീവ്ലെസ് ടോപ്പും അതിലേക്ക് ലോസ് പാൻസും. അവൾ നോർമൽ പോലെ ഇറങ്ങും. അവളെ കണ്ടതും അവൻ്റെ മുഖത്തൊരു പ്രത്യേക ചിരി വിരിഞ്ഞു. അവൾ അടുത്തേക്ക് വന്നതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്. അവളൊന്ന് അവനെ നോക്കി കണ്ണിറുക്കി. മിസ്റ്റർ സിദ്ധാർത്ഥ് വർമ്മയുടെ കൂടെയല്ലേ, ഒരു കുറവ് വേണ്ട. നീ എങ്ങനെ വന്നാലും സുന്ദരിയാണ്. അവളൊന്ന് ചിരിച്ച് അവൻ്റെ കയ്യിലേക്ക് ഒതുങ്ങി നിന്നു. അവൻ അവളെ അവനോട് ചേർത്ത് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. എന്നാ പോയാലോ? പോകാം.